മൊബൈലിന് വോളിയം വളരെ കുറവാണെന്ന് പല ആളുകളും പരാതി പറയുന്നത് കേൾക്കാറുണ്ട്. യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്ന സമയത്ത്, ഫേസ്ബുക്കിലെ വീഡിയോസുകൾ കാണുന്ന സമയത്തൊക്കെ നമുക്ക് വോളിയം വളരെ കുറവായിട്ട് തോന്നാറുണ്ട്. എന്നാൽ 2 ട്രിക്കുകൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സീക്രട്ട് സെറ്റിങ്സ് ആണ്. അതിലൂടെ നമുക്ക് വോളിയം വളരെയധികം കൂട്ടാൻ സാധിക്കും. ഇനി അത് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ മറ്റൊരു ട്രിക്ക് കൂടി, അത് എല്ലാ മൊബൈലുകളിലും നമുക്ക് വർക്കബിളാണ്. ആ ഒരു ട്രിക്ക് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എന്താണ് ആ സെറ്റിങ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ വോളിയം വളരെയധികം കൂട്ടാൻ സാധിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ സെർച്ച് ബാറിൽ വോളിയം എന്ന് ടൈപ്പ് ചെയ്യാണ്. വോളിയം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും മുകളിൽ വോളിയം എന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിങ്ങിങ് ടോണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നടുവിലായിട്ട് വോളിയം എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ഇത് ഫോണിൻ്റെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതില്ലാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് സാംസങ് മൊബൈലാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ വോളിയം എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിംഗ് ടോൺ, മീഡിയ, നോട്ടിഫിക്കേഷൻ, സിസ്റ്റം, അതിൻ്റെ വോളിയം ഒരു പരിധിവരെ കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ നമുക്ക് ഇത് സൗണ്ട് കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ, വോളിയം കുറവാണ് എന്ന് തോന്നുന്നെങ്കിൽ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓഫിലായിരിക്കും ഇൻബിൽട്ടായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റ് വോളിയം ലിമിറ്റ് പിൻ എന്ന ഭാഗവും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെയുമുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് നമുക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. ഇത് കൂടുതൽ നമുക്ക് വളരെ കുറവാണെങ്കിൽ നമുക്കിങ്ങനെ ഏകദേശം ഒരു പരിധി വരെ നമുക്ക് കൂട്ടി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വോളിയത്തിൻ്റെ ലിമിറ്റ് നമുക്കൊരു പിൻ നമ്പർ വെച്ചിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്യാനും സാധിക്കും. നമുക്കിവിടെ ആ പിൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഞാൻ 1 2 3 4 എന്ന് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും അതേ പിൻ നമ്പർ കൊടുത്തു, വീണ്ടും ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഈ ഒരു വോളിയം ലിമിറ്റ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ പിൻ നമ്പർ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കൂടുതലാക്കുമ്പോൾ ഇവിടെ ആ പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് വെക്കുന്നത് അവിടെ ലോക്ക് ചെയ്യാനുള്ള സംഭവം സാംസങ് മൊബൈലിലുണ്ട്. എന്നാൽ ഇത് മറ്റുള്ള മൊബൈലിൽ കിട്ടുന്നില്ല എങ്കിൽ ഞാനൊരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഏത് മൊബൈലിലും വോളിയം വളരെയധികം കൂട്ടാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പെർമിഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വോളിയത്തിൻ്റെ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ വോളിയം കൺട്രോളിൻ്റെ സംഭവമാണ്. അത് ഇപ്പോൾ 80% ഉള്ളത്. നമുക്ക് 100% വരെ വെക്കാൻ സാധിക്കും. ഇനി താഴെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം. 40-ൽ കൂടുതൽ വെക്കരുത്, അത് നിങ്ങളുടെ ചെവിക്ക് ദോഷം ചെയ്യും എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിനും ദോഷം ചെയ്യും എന്നിവിടെ കാണിക്കുന്നുണ്ട്. 40% വരെ നിങ്ങൾക്ക് വെക്കാം. 40% എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു വോളിയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതിന് പുറമെ ഇവിടെ ഇടതുവശത്ത് മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തും ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഷോ വോളിയം കൺട്രോൾ എന്ന ഭാഗത്തും അതുപോലെ തന്നെ നോൺ യൂണിഫോം ബൂസ്റ്റ് എന്ന ഭാഗത്തും ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ലൊരു സൗണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കും. ഈ 2 ട്രിക്കുകൾ നിങ്ങളുടെ മൊബൈലിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.